വാർത്തയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് SITയുടെ ശാസ്ത്രീയ പരിശോധന തുടങ്ങി. MG പ്രതീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സന്നിധാനത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ശ്രീകോവിലിന് ചുറ്റും പതിപ്പിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ അത് നീക്കം ചെയ്ത് തന്നെ പരിശോധനയിലേക്കാണ് പോകുന്നത് SIT സംഘം. SIT സംഘത്തിന് നേതൃത്വം നൽകുന്ന SP ശശിധരനെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രതീക്ഷ, ഈ പാളികൾ പൂർണ്ണമായി തന്നെ അതിലൊരു ഭാഗം മാത്രം മുറിച്ചൊന്നും അല്ല പരിശോധനയ്ക്ക് എടുക്കുന്നത്, സാമ്പിൾ എടുക്കുന്നത് അല്ല എന്ന് മനസ്സിലാക്കുന്നു. പൂർണ്ണമായി തന്നെ ആ പാളികൾ മാറ്റുന്നുണ്ടല്ലോ, അങ്ങനെ കൊണ്ടുപോയി പരിശോധിച്ച് തിരികെ എത്തിക്കാനാണോ? ഗോകുൽ, വിശദമായ പരിശോധനയാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇനി നടക്കാനിരിക്കുന്നത് പ്രധാനപ്പെട്ട ദ്വാരപാലക ശില്പങ്ങളിലെ പരിശോധനയാണ്. ആദ്യ പരിശോധന നടന്നത് ഈ ശ്രീകോവിലിന് പുറകുവശത്തുള്ള ഒരു പാളിയാണ്. അയ്യപ്പന്റെ ചരിത്രം ആലേഖനം ചെയ്തിട്ടുള്ള സ്വർണ്ണ പാളിയാണ് അഴിച്ച് ഇപ്പോൾ SIT പരിശോധിക്കുന്നത്. ആ പാളി അഴിച്ച് അതിന് സമീപത്ത് തന്നെ SIT വച്ചിട്ടുണ്ട്. ഇതിൽ ഏതുതരം പരിശോധനയായിരിക്കും? ഈ കൊണ്ടുപോയി പരിശോധിക്കുമോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുമോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. ഇനി ദ്വാരപാലക, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ദ്വാരപാലക ശില്പങ്ങളിൽ പരിശോധന നടത്തുകയാണ്. ശ്രീകോവിലിന്റെ വലതുഭാഗത്തുള്ള ദ്വാരപാലക ശില്പത്തിലാണ് ഈ പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ തുലാമാസ പൂജകൾക്ക് നട തുറക്കുന്ന ഘട്ടത്തിലാണ് ദ്വാരപാലക ശില്പങ്ങൾ രണ്ടും അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ സ്ഥാപിച്ചത്. ആ തിരികെ സ്ഥാപിച്ച ദ്വാരപാലക ശില്പങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ SP ശശിധരനെയും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയും മറ്റ് SIT ഉദ്യോഗസ്ഥരെയും കാണാം. അവരുടെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിലാണ് അത്തരത്തിൽ നിർണായകമായ ഒരു പരിശോധന ഇപ്പോൾ SIT സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ സ്വർണ്ണ പാളി സ്ഥാപിച്ച ഇടത്തെ ആ പാളി ഇളക്കിയുള്ള പരിശോധനയാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിന്റെ സ്ക്രൂ ഉൾപ്പെടെ പുറത്തേക്ക് എടുക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ സമാനമായ പരിശോധനയാണ് ശ്രീകോവിലിന്റെ ഒരു വശത്ത് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾക്ക് സമീപമുള്ള പാളികളിലാണ് പരിശോധന നടത്തുന്നത്. അതിലെ ആണികളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ്. നേരത്തെ സ്ക്രൂ ഉപയോഗിച്ച് പതിപ്പിച്ചിരുന്ന പാളികളാണ്. അതുൾപ്പെടെ പുറത്തെടുത്തുള്ള പരിശോധനയാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ പരിശോധനയ്ക്കായി ഒരു വിദഗ്ധരുടെ സംഘത്തെയും SIT സന്നിധാനത്തേക്ക് കൊണ്ടുവന്നിരുന്നു. ആ സംഘങ്ങൾ, ശില്പി ഉൾപ്പെടുന്ന ആ ഒരു സംഘമാണ് ഇപ്പോൾ ആ പാളികൾ അഴിക്കുന്നത്. ആ പാളികളിൽ വിശദമായ പരിശോധന ഈ SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമാണ് ശബരിമല സന്നിധാനത്ത് നടത്തുന്ന ഈ പരിശോധന. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതി ഉച്ചയ്ക്ക് നട അടച്ച ശേഷം ഈ പരിശോധന നടത്താമെന്നൊരു അനുമതി ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ശാസ്ത്രീയമായ പരിശോധന ഇപ്പോൾ ശബരിമലയിൽ നടക്കുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിലോ കട്ടിളപ്പാളികളിലോ മാത്രമല്ല, വിശദമായ പരിശോധന 1998-99 കാലത്ത് സ്വർണം പൊതിഞ്ഞ പലയിടങ്ങളിലും SITയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്നതാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ കേസിൽ ഏറെ നിർണായകമാണ് ശാസ്ത്രീയ പരിശോധന. കാരണം അറ്റകുറ്റപ്പണിക്ക് ശേഷം കൊണ്ടുപോയ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അത് യഥാർത്ഥ പാളി തന്നെയാണോ ശബരിമല സന്നിധാനത്ത് തിരികെ എത്തിച്ചത് എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. ആ സംശയമാണ് ഹൈക്കോടതി ഉൾപ്പെടെ ഈ കേസ് ഈ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത, ഒരു സ്ഥിരീകരണം, ഒരു ശാസ്ത്രീയ തെളിവുകൾ വേണമെങ്കിൽ അതിന്റെ ശാസ്ത്രീയ പരിശോധന അന്വേഷണ സംഘത്തിന് നടത്തേണ്ടതുണ്ട്. ആ ശാസ്ത്രീയ പരിശോധന, നിർണായകമായ ശാസ്ത്രീയ പരിശോധനയാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് നടക്കുന്നത്. ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ തന്നെ അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ എത്തിച്ചത് യഥാർത്ഥ സ്വർണ്ണപ്പാളിയാണോ അല്ലെങ്കിൽ ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി മറിച്ചു വിറ്റോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരികയുള്ളൂ. ആ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ SITയുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.